സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനത്തിൽ വി.എസ്. അച്യുതാനന്ദനെതിരെ ആഞ്ഞടിച്ച് പിണറായി വിജയൻ. പാർട്ടിയോട് വിരട്ടലും വിലപേശലും വേണ്ടെന്ന് പിണറായി മുന്നറിയിപ്പ് നൽകി. അത്ര വലിയ ത്യാഗമൊന്നും സഹിച്ച ആളല്ല വി.എസ്. എന്ന കുറ്റപ്പെടുത്തലും പിണറായി നടത്തി. ആരുടെയും പേര് പറയുന്നില്ല എന്ന് എടുത്തു പറഞ്ഞെങ്കിലും സമാപന സമ്മേളനത്തിലെ പിണറായി വിജയന്റെ പ്രസംഗം ലക്ഷ്യം വെച്ചത് മുഴുവൻ വി.എസിനെ തന്നെ. വിരട്ടലിനും വിലപേശലിനും വഴങ്ങിക്കൊടുക്കുന്നതല്ല ഈ പാർട്ടി. ഓർക്കേണ്ടവർ ഓർത്താൽ നല്ലതെന്ന് പിണറായി മുനക്കുറിപ്പിച്ചു പറഞ്ഞു. വിരട്ടലും വിലപേശലും ഈ പാർട്ടിയോട് വേണ്ട. വിരട്ടലിനും വിലപേശലിനും ഒന്നും വഴങ്ങിക്കൊടുക്കുന്നതല്ല ഈ പാർട്ടി. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതും നമ്മൾ ഓർക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഓർക്കേണ്ടവർ ഓർക്കേണ്ടതാണ്. അത്രയും ഓർത്താൽ നല്ലത്. പാർട്ടിക്ക് മുന്നിൽ കീഴടങ്ങുന്നതിൽ ദുരഭിമാനം വേണ്ടെന്ന് പിണറായി ഉപദേശിക്കുകയും ചെയ്തു. എൻ്റെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആരെയും പേടിയില്ലെങ്കിൽ പുരക്കെ തൂണിനെങ്കിലും പേടിക്കണം. നാം കീഴടങ്ങാതിരിക്കേണ്ടത് ശത്രുവിന്റെ മുന്നിലാണ്. ഈ പാർട്ടിയുടെ മുന്നിൽ നാം കീഴടങ്ങിയിരിക്കണം. പൂഞ്ഞാറിൽ വച്ച കാലിൽ പോലീസ് ബയണറ്റ് കുത്തിക്കേറ്റി വി.എസിനെ മൃതപ്രായനാക്കിയ ചരിത്രം പരോക്ഷമായി സൂചിപ്പിച്ച് അതിലും എത്രയോ വലുതാണ് രക്തസാക്ഷിത്വമെന്ന് പിണറായി പറഞ്ഞു. നമുക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ രണ്ട് തല്ലുകൊണ്ടു, അല്ലെ എവിടുന്നെങ്കിലും ഒരു കുത്ത്, ഏതിൻ്റെയെങ്കിലും ഒന്നിനെ കൊണ്ടൊരു കുത്തുകൊണ്ട്, അതൊക്കെ ആ ജീവൻ ത്യജിച്ചവരുടെ ത്യാഗത്തിനു മുന്നിൽ എത്രയോ നിസ്സാരമായിട്ടുള്ളതാണ്. മലപ്പുറം സമ്മേളനകാലം തൊട്ടുണ്ടായ വലതുപക്ഷവത്കരണ ആരോപണം പിണറായി തള്ളി. തെറ്റുതിരുത്താൻ തയ്യാറായവരെ വീണ്ടും തെറ്റിലേക്ക് കൊണ്ടുപോകാൻ ശ്രമമുണ്ടായി എന്ന് പിണറായി ആരോപിച്ചു. തിരുത്താൻ തയ്യാറാകുന്നവരെ പഴയ തെറ്റിലേക്ക് തന്നെ ആവാഹിച്ചെടുക്കാനുള്ള വലിയ ശ്രമമായിരുന്നു. അത് വൻതോതിൽ ഇവിടെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. അനാരോഗ്യ പ്രവണതകൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞുവെന്നും പിണറായി വിജയൻ അവകാശപ്പെട്ടു. റിപ്പോർട്ടർ, ആലപ്പുഴ.